ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റേഴ്സ് കിച്ചൺ. അപ്പോൾ ഇന്നത്തേതെന്ന് പറയുന്നത് ഒരു ഈന്തപ്പഴം കേക്കിൻ്റെ റെസിപ്പി കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഈന്തപ്പഴം കേക്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള കേക്ക് തന്നെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഓവനൊന്നും ഉപയോഗിക്കാതെ ഇതേപോലെ ഒരു ചീഞ്ചട്ടിയിലാട്ടോ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. പക്ഷേ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഓവനിൽ വെക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും നമ്മുടെ ഈ കേക്കും ഉറപ്പായിട്ടും ഇഷ്ടമാവും. മറക്കാതെ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കൂടെ തന്നെ കമൻസൊക്കെ ആണെങ്കിലും അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ എങ്ങനെയാണ് നല്ല പഞ്ഞു പോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ കേക്ക് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഈന്തപ്പഴം തന്നെയാണ്. ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈന്തപ്പഴം എന്ന് പറയുന്നത് നല്ല മധുരമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം വേണം എടുക്കാനായിട്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മളെപ്പോഴും ഈന്തപ്പഴം എടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ കേക്കാണെങ്കിലും നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ എടുത്തിരിക്കുന്ന 1 കപ്പ് ഈന്തപ്പഴവും ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ ആണെങ്കിലും നല്ലതുപോലെ തന്നെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ എല്ലാ ഈന്തപ്പഴത്തിൻ്റെയും കുരുവും നമുക്ക് നന്നായിട്ട് കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഈന്തപ്പഴമായിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള ഈന്തപ്പഴം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈന്തപ്പഴം കേക്ക് എപ്പോൾ ഉണ്ടാക്കിയാലും അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ഉണങ്ങി അല്ലെങ്കിൽ ഒട്ടും മധുരമില്ലാത്ത ഈന്തപ്പഴം എടുക്കരുത്. അങ്ങനെയാണെങ്കിലും നമ്മുടെ കേക്കാണെങ്കിലും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ ഈന്തപ്പഴത്തിൻ്റെ കുരു മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഒരു ബൗളിലേക്ക് നമ്മളങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ തിളപ്പിച്ച പാലൊന്നുമല്ല, സാധാരണ കവർ പാൽ തന്നെയാണ്. ഒരു 1/2 കപ്പ്. അപ്പോൾ 1 കപ്പ് ഈന്തപ്പഴം എടുക്കുമ്പോൾ 1/2 കപ്പ് പാലൊഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 15-20 മിനിറ്റ് അത്രയും മാത്രം മതിയാവും. നന്നായിട്ട് ആ പാലിൽ കിടന്ന് ഒന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ നമ്മൾ ഈന്തപ്പഴം കുതിരാൻ വെക്കുന്ന സമയത്ത് നമുക്കൊരു പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ചെറിയ മിക്സറുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന മിക്സറുടെ ജാർ നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം കേട്ടോ. കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഇത്രയുള്ള ചെറിയൊരു കഷ്ണം പട്ട ഇതേപോലെ പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്തും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നന്നായിട്ട് തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ആ പട്ടയും അതേപോലെ തന്നെ പഞ്ചസാരയൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പൗഡർ ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മുടെ ഈന്തപ്പഴമൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് മതിയാവും. അപ്പോൾ ഇനി നമ്മുടെ ഈന്തപ്പഴം പതുക്കെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. നല്ല പോലെ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണ്ട. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ പാലിൽ കിടന്ന് കുതിർന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിങ്ങ് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും. കണ്ടത് അവിടെ പതുക്കെ ഒന്ന് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 തവണ പതുക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതിയാവും. ഇതേപോലെ ചെറുതായിട്ടൊന്ന് കടിക്കാനും കിട്ടും. എന്നാൽ ഒരുപാട് അങ്ങ് അരഞ്ഞും പോയിട്ടില്ല. നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മതി. അപ്പം നല്ല മധുരമുള്ള ഈന്തപ്പഴം അതേപോലെ തന്നെ ആ പാലിൻ്റെ കൂടെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വെറുതെ ഇരുന്ന് നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര തന്നെയാണ് നമ്മൾ വീണ്ടും ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അവിടെ ഇരുന്ന് ഒന്ന് ഉരുക്കി വരട്ടെ. അപ്പോൾ ഗ്യാസ് ആദ്യമേ ഒരു ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം ഒരു മീഡിയത്തിലേക്കും ലോ ഫ്ലെയിമിലേക്കും ആക്കി മാറ്റി കൊടുക്കണം. മാത്രമല്ല സൂക്ഷിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. കണ്ടപ്പോൾ നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്, ഒരു 1/4 കപ്പ് അത്രയും മാത്രം മതിയാവും. കണ്ട, അതുകൊണ്ട് ചേർത്ത് അങ്ങ് ചെയ്യുമ്പോഴേക്കും ഒന്നും കൂടി കളറ് മാറി നല്ല പോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ കളറാണ് ശരിക്കും കേക്കിൻ്റെ കളറായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഒരുപാട് കരിയാതെ എന്നാൽ തീരെ അങ്ങ് കളറൊന്നും മാറാതെ നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക. അത് പതുക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈന്തപ്പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കിതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ പഞ്ചസാരയുടെ കൂടെ കിടന്നുകൊണ്ട് നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ മിക്സും നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാനായിട്ട്. കണ്ടോ, ആ പഞ്ചസാരയുടെ ആ മധുരത്തിൽ കിടന്നുകൊണ്ട് ഈന്തപ്പഴത്തിൻ്റെയും അതേപോലെ തന്നെ പാലിൻ്റെയൊക്കെ മധുരം ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുറുകി വരണം. അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി ഒരു മിനിറ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതവിടെ നല്ല പോലെ ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് കേക്കിൻ്റെ മിക്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗൾ എടുക്കുക. ബൗളാണെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയ ബൗൾ വേണം എടുക്കാനായിട്ട്. കൂടെ തന്നെ ഇതിനകത്തേക്ക് 2 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തെ തന്നെ എടുത്ത് വെച്ച മുട്ട കേട്ടോ. അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമുക്കെടുക്കാം. ഇനിയിപ്പോൾ ബീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സറുടെ ജാറിലേക്ക് നമ്മുടെ മുട്ട ആദ്യമേ ഒഴിച്ച് നല്ലപോലെ ഒന്ന് കറക്കിയെടുത്താലും മതിയാവും. അപ്പോൾ ഒരു 4-5 മിനിറ്റ് ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ. അപ്പോഴായിരിക്കും നല്ലപോലെ തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് വരിക.
അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും അതേപോലെ തന്നെ നമ്മുടെ പട്ടയുടെ കഷ്ണമുണ്ടല്ലോ അതും കൂടി കുറച്ച് ചേർത്ത് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് പതഞ്ഞ് ശരിക്കും ഒന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഓയിലാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് ഇത്രയും മാത്രം മതിയാവും, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. റിഫൈൻഡ് ഓയിലാണ്, വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കരുതേ. കൂടെ തന്നെ ഒരേ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബീറ്ററില്ല, മിക്സിയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആദ്യം മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പഞ്ചസാര നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഓയിലും അതേപോലെ തന്നെ വാനില എസൻസും കൂടി ചേർത്ത് 3 തവണയായിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്, ഒറ്റ തവണ ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഓയിലും അതേപോലെ തന്നെ വാനില എസൻസും ചേർത്ത് ഒരുപാട് നേരം ബീറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. കണ്ടോ, അങ്ങനെ നമ്മുടെ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ അരിച്ചിട്ട് തന്നെ വേണം ചേർക്കാനായിട്ട്. 250 ml കപ്പിന് 1 കപ്പ് മൈദ നമ്മൾ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അവിടെ ആയിരിക്കും നല്ലപോലെ സോഫ്റ്റായിട്ട് ശരിക്കും ഒന്ന് പൊങ്ങി വരിക. കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരിച്ച് വെച്ചിരിക്കുന്ന പൊടികളും അതേപോലെ തന്നെ നമ്മുടെ മുട്ടയുടെ മിക്സും കൂടി പതുക്കെ ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒന്നുകിൽ ഇതേപോലെ യോജിപ്പിച്ചെടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് വെച്ച് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഈ മിക്സിലേക്ക് വേറെ പാലോ വെള്ളമോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. ശരിക്കും നല്ലപോലെ തന്നെ ഒരു കുഴമ്പ് പരുവത്തിൽ വേണം നമ്മുടെ പ്ലം കേക്കിൻ്റെയും അതേപോലെ തന്നെ ക്യാരറ്റ് കേക്കിൻ്റെയും ഡേറ്റ്സ് കേക്കിൻ്റെയും ഒക്കെ മിക്സ് വരാനായിട്ട്. എങ്കിൽ മാത്രമേ ശരിക്കും ആ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ച് നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, നമ്മൾ പഞ്ചസാര ലൈനിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തത്, അതായി ഈ സമയം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും തണുത്തിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ തണുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മുടെ ആ മിക്സുമായിട്ട് നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. കണ്ടോ, നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ മിക്സ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തപ്പോഴേക്കും നമ്മുടെ കളറേ ആകെ തന്നെ അങ്ങ് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നല്ല ഈന്തപ്പഴം അതേപോലെ തന്നെ പഞ്ചസാരയൊക്കെ നല്ലതായിട്ട് കാരമലൈസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ കളറേ അങ്ങ് മാറിപ്പോകും, നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നേരിട്ടല്ല ചേർക്കുന്നത്, കുറച്ച് കാഷ്നട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തതും അതേപോലെ തന്നെ ഒരു 5 ഈന്തപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ഇടയ്ക്ക് ഒന്നും കൂടി കടിക്കാൻ കിട്ടുമല്ലോ എന്ന് കരുതി ചേർക്കുന്നതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പതുക്കെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ ഈ കേക്ക് നല്ലപോലെ പൊങ്ങി വരുമ്പോൾ ഈ കാഷ്നട്ട് ഈന്തപ്പഴമൊക്കെ ഏറ്റവും അടിയിൽ പോയി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൈദയിൽ ഒന്ന് പതുക്കെ ഒന്ന് കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം മതി. അതും കൂടി ചേർത്ത് മിക്സ് ആക്കിയപ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിക്ക് തന്നെ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പരുവത്തിൽ വേണം, അല്ലെങ്കിൽ ഈ ഒരു കട്ടിക്ക് വേണം ഈ കേക്ക് ഇരിക്കാനായിട്ട്. സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇരിക്കുന്ന കുറച്ചും കൂടി ലൂസായിട്ടാണ് ഇരിക്കുന്നത്, അത്രയും വരരുത്. ഈ ഒരു കട്ടിക്ക് തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ കേക്കിൻ്റെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയാക്കാനായിട്ട് ഒന്നെങ്കിൽ കുക്കർ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചായപാത്രം എടുക്കാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു കേക്ക് ടീനായിട്ട് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് ഓയിലൊന്ന് എല്ലാ ഭാഗത്തേക്കും പറ്റി കൊടുക്കുന്നുണ്ട്. ഒരു ബട്ടർ പേപ്പർ കൊണ്ട് വെച്ച് അതിൻ്റെ മുകളിലേക്കും കൂടി കുറച്ച് ഓയിലൊന്ന് പറ്റി കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ എല്ലാ സൈഡിലും പറ്റി കൊടുത്താൽ മാത്രമേ കേക്കാണെങ്കിലും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിക്ക് കിട്ടുള്ളൂ. കണ്ടോ, റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒന്നും കൂടി മിക്സാക്കി നമ്മുടെ ഈ മോൾഡിലേക്ക് നമ്മളങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. കണ്ടോ, നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം ഇരിക്കാനായിട്ട്. നമ്മുടെ അളവുകളൊക്കെയും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ നന്നായിട്ട് കളയാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മുടെ ഈ ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 4-5 തവണ നല്ലപോലെ തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നല്ലൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കാഷ്നട്ട് എല്ലാത്തിൻ്റെ മേളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ കാണാനാണെങ്കിലും നല്ലൊരു ഭംഗി ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല, നമുക്ക് നേരെ അങ്ങ് റെഡിയാക്കാനായിട്ട് വെക്കാം. അപ്പം ഞാൻ പറയുന്ന പോലെ തന്നെ വേണമെങ്കിൽ കുക്കറിൽ ചെയ്യാമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചായപാത്രത്തിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പം ഞാനിവിടെ നന്നായിട്ട് അടി കട്ടിയുള്ള ഒരു ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കുഴിയുള്ള ചീഞ്ചട്ടി വേണം ഇവിടെ എടുക്കാനായിട്ട്. നമ്മുടെ മോൾഡ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കണം. ഒരു 5 മിനിറ്റ് നല്ലപോലെ അതിനെ പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റാൻഡ് അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്ന ഒരു 15-20 മിനിറ്റ് ഗ്യാസ് ഒരു മീഡിയത്തിലും അതിനുശേഷം ഒരു 30 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലും ആക്കിയിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നല്ല കട്ടിയുള്ളതുകൊണ്ട് ഇതങ്ങ് വെന്ത് വരുള്ളൂ. അപ്പോൾ സമയം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്ക് നമ്മുടെ ഈ കേക്ക് റെഡിയായി വരാനായിട്ട് ഒരു 50-55 മിനിറ്റ് എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല പോലെ പൊങ്ങി ശരിക്കും വന്നിട്ടുണ്ട്.
അപ്പോൾ റെഡിയെന്ന് അറിയാനായിട്ട് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നല്ലപോലെ സോഫ്റ്റായിട്ട് ഇന്ന് സ്റ്റിക്കിലൊന്നും ഒട്ടും പിടിക്കാൻ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ശരിക്കും നമ്മൾ കേക്കിൻ്റെ പകുതി മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പൊങ്ങി വന്നപ്പോൾ കേക്കിന് നിറയെ കേക്കായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതേപോലൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുക. കണ്ട സൈഡൊക്കെ ആണെങ്കിലും പതൊക്കെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. എന്നാൽ കരിഞ്ഞൊന്നും പിടിച്ചിട്ടില്ല. ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങ് വിട്ട് പോരാവുന്നതേ ഉള്ളൂ. ബട്ടർ പേപ്പർ ആണെങ്കിലും മാറ്റി കൊടുക്കുക. ഒട്ടും തന്നെ കരിയാതെ നന്നായിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ട സൈഡൊക്കെ ആണെങ്കിലും ശരിക്കും നമ്മുടെ ക്യാരറ്റ് കേക്കൊക്കെ ഇരിക്കില്ലേ, അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റുള്ള കേക്കാണ്. മറക്കാതെ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ കാഷ്നട്ട് നന്നായിട്ട് പൊങ്ങി വന്നപ്പോൾ ആകെ നടുക്കേട്ടായി പോയി. അപ്പോൾ നിങ്ങൾ വെച്ച് കൊടുക്കുമ്പോൾ സൈഡായിട്ട് വെച്ച് കൊടുത്താൽ മതി. കട്ട് ചെയ്ത് നോക്കാവേ. കണ്ടോ, നമ്മുടെ ഈന്തപ്പഴം കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കാഷ്നട്ടോ ഈന്തപ്പഴം ഒന്നും തന്നെ അടിയിലൊന്നും പോവാതെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നല്ല പഞ്ഞി പോലുള്ള കേക്കായിട്ടോ കിട്ടിയിരിക്കുന്നത്. സൈഡൊക്കെ ആണെങ്കിലും നല്ല കളറിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും അറിയിക്കണേ. പിന്നെ നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ രീതിയിലൊന്ന് വ്യത്യാസം വന്നിരിക്കാം. അത് നോക്കിയിട്ട് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരുന്ന് കഴിക്കുക. കൂടെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരും ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കരുതേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്കിപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസിൻ്റെ നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.